ഉച്ചയൂണിന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് മത്തങ്ങ തോരൻ. എന്നാൽ മത്തങ്ങ തോരൻ തയ്യാറാക്കുമ്പോൾ അത് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് തയ്യാറാക്കണം. ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നാൽ തോരൻ എരിശ്ശേരിയായി മാറും. അതുകൊണ്ട് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മത്തങ്ങ വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കാതെ അടച്ചിട്ട് വേവിക്കുക. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയുക. ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിനകത്തുള്ള കുരുവെല്ലാം മാറ്റുക. ചെറിയ ചെറിയ പീസായിട്ട് വേണം മത്തങ്ങ കട്ട് ചെയ്തെടുക്കാൻ. മത്തങ്ങയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇടുക. കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 ഉണക്കമുളക് പിച്ചിടുക. അതിനുശേഷം അതിലേക്ക് ഉഴുന്ന് പരിപ്പിടുക. അതിനുശേഷം കറിവേപ്പില ഇടുക. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങയിട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ച് അത് വേവിക്കുക. മത്തങ്ങ വേവിക്കുന്നതിന് വേണ്ടി വെള്ളം ഒഴിക്കുന്നില്ല, അത് അടച്ചിട്ടാണ് അത് വേവിക്കുന്നത്. തീ മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം. ഒരു 3-4 മിനിറ്റ് നേരം മത്തങ്ങ അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. കുറച്ച് ചിരകിയ തേങ്ങ എടുക്കുക. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ഇടുക. പിന്നെ ഒരു 1/2 സ്പൂണ് ജീരകപ്പൊടി അതും ഇതിലേക്ക് ഇടുക. ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ഈ പകുതി വെന്ത മത്തങ്ങയിലേക്ക് ഈ കൂട്ടിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് അതിനാവശ്യമായ ഉപ്പ് ഇട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ ഒക്കെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. മത്തങ്ങയിൽ വിറ്റാമിൻ എ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. വിദേശികൾ പച്ചയ്ക്ക് മത്തങ്ങ കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മത്തങ്ങയുടെ കുരുവും നല്ലതാണ് കഴിക്കാനൊക്കെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.